എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വാടാനപ്പള്ളിയിൽ ആ വെള്ളം കയറിയ എൻജിൻ നമ്മൾ നേരത്തെ അഴിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം 1:15. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ഇത് എൻജിൻ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ, ഹെൽപ്പിനൊന്നും വേറെ ആളില്ല. അപ്പോൾ എത്രത്തോളം കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ഒരു ടാർഗറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. നോക്കാം എത്രത്തോളം തീരുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണിയിലേക്ക് നീങ്ങാം. അങ്ങനെ നമ്മൾ ഹെഡ് ഏകദേശം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അല്ല, ഹെഡല്ല, ബ്ലോക്ക്. ഹെഡ് റെഡിയാക്കി വന്നേക്കുന്നതാണ്, ഒക്കെ സർവീസ് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിതിന് ബ്ലോക്കിൽ പ്രധാനമായിട്ട് നമ്മൾ മൊത്തത്തിൽ പേപ്പറിട്ട് ഈ സിലിണ്ടർ ബ്ലോക്കല്ല, ലൈനർ ഇറക്കാനുള്ള ഭാഗമെല്ലാം പേപ്പറിട്ട് നല്ല ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹെഡിൻ്റെ ബോൾട്ട് വരുന്ന ഹോളുണ്ട്, ഇതുണ്ടോ, വെള്ളം ഉണ്ടോ, ഇതിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാ മിക്കവാറും ഹോളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഈ ബോൾട്ട് വരുന്ന ഹോള് അത് നമ്മൾ ഈ വേസ്റ്റ് വെച്ച് ഇതേപോലെ കണ്ടോ കുത്തി ഇതേപോലെ ഇങ്ങനെ എടുക്കണം. എന്താ വെള്ളം. അപ്പം അങ്ങനെ വെള്ളം നമ്മൾ ഉണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ ഡ്രൈ ആക്കണം, ശരിക്കും ഡ്രൈ ആക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ലോക്ക് വരും. അതായത് എയർ ലോക്ക് പോലെ തന്നെ വാട്ടർ കിടക്കുന്നതുകൊണ്ട് അത്രയും ആ താഴേക്ക് ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റാക്കി തരാം. അതായത് അതിൻ്റെ കറക്റ്റ് ടോർക്ക് വന്നിട്ട് ടൈറ്റ് ആകാതെ ബോൾട്ട് പൊട്ടിപ്പോകും. നമ്മൾ ടോർക്ക് പിടിക്കും, പക്ഷേ ബോൾട്ട് താഴെ പിന്നെ ഉണ്ടാവും. പക്ഷേ ഈ വെള്ളം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മളറിയില്ല, വെള്ളം അത്രയും ആ ഗ്യാപ്പ് വരും, ഒരു എയർ ലോക്ക് സൃഷ്ടിക്കും ആ വെള്ളം കിടന്നിട്ട്. അപ്പോൾ അത്രയും പിന്നെ നമ്മൾ എന്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബോൾട്ട് താഴേക്ക് ടൈറ്റ് ആവില്ല. ഇതിൽ ഒരു ടോർക്കുണ്ട്, ആ ടോർക്കിന് നമ്മൾ വേണം ബോൾട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇത്ര kg ടോർക്ക്, ആ kgയിലാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് kg ആണ്. ആ kgയിലാണ് നമ്മളിത് ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളം കിടന്നു കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് നമ്മൾ ടോർക്ക് അടിക്കുമ്പോൾ ബോൾട്ട് പൊട്ടി പോരും, ബാക്കി പീസ് ഈ ബ്ലോക്കിനുള്ളിൽ വീഴും. അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. ഇത് എല്ലാ എഞ്ചിൻ പണിക്കാരും ഇങ്ങനെയുള്ളൊരു കേസ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതല്ലേ, നമ്മൾ ഈ മൊത്തത്തിൽ പണിയുന്ന സമയത്ത്, എൻജിൻ ഫുൾ ഓവറോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീസലൊക്കെ ഇട്ട് കഴുകും. അപ്പം വെള്ളം അല്ലെങ്കിൽ ഡീസൽ, നമ്മൾ റേഡിയേറ്റർ ഈ ഹെഡ് അഴിക്കുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ ഗാലറിയൊക്കെ ഉണ്ട് ബ്ലോക്കിലുള്ള, ഹെഡിലൊക്കെ ഉള്ള. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് നിറയും. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായി ഡീസൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, പേപ്പറൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് അതിനകത്ത് ഡീസൽ ഇറങ്ങും. അപ്പം ഡീസലും വെള്ളമൊക്കെ ഈ ബോൾട്ടിൻ്റെ ഹോളിൽ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും, അത് മാൻഡേറ്ററിയാണ്. നമ്മൾ ആ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് പണി കിട്ടും. നമ്മളിനി ടാപ്പറ്റിൻ്റെ അകത്തൊന്ന് ഇട്ട് നോക്കുവാണ്, അത് കറക്റ്റ് ഇടണം, അല്ലെങ്കിൽ താഴുമോ. നേരെ തന്നെ ഇടണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ടാപ്പറ്റ്. ഇത് പുഷ് റോഡാണ് ഈ ഇടുന്നത്. ഇത് നമ്മൾ ഇടുമ്പം ഇപ്പോൾ സമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം.
അല്ലേ ഇതേപോലെ ഇതേപോലെ ഡസ്റ്റ് എന്താ ചെളിയൊക്കെ കാണും. അപ്പോൾ അത് തുടച്ച് കളയുക. ഇല്ലെങ്കിൽ നമ്മൾ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് റോക്കറാമൊക്കെ നമ്മൾ ഫീലർ ഗേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിടന്നാൽ റോങ് ടാപ്പറ്റായിരിക്കും ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മളിനി ലൈനർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ 2 കളറുണ്ട്, ഒന്ന് ബ്ലൂവും ബ്ലാക്കും വേറെ. അപ്പോൾ ബ്ലൂ നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗത്തായിരുന്നു. ഈ സൈഡിൽ ആദ്യത്തെ ഇതിൽ വീണു. നമ്മളത് വീഴാതെ തന്നെ നമ്മൾ വലിച്ച് ആ ഗ്രോവി വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ടൊരു ശകലം പാടാം. അപ്പോൾ കറക്റ്റായിട്ട് വീണമെന്നൊക്കെ നോക്കണം. ഈ രണ്ടാമത്തത് മൊത്തം 3 ഓറിങ്ങാണ്. അതിൽ ബാക്കി 2 ബ്ലാക്ക്. ഇതിപ്പം ലൈനർ തലതിരിച്ചാണ് വെക്കുന്നത്, തല വെച്ചേക്കുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ബ്ലൂ ടോപ്പിൽ വരും, ബാക്കി ബ്ലാക്ക് 2 താഴെ. ഓക്കെ. അങ്ങനെ നമ്മൾ ലൈനർ ഇറക്കി. ആ ലൈനർ ഇറക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അടുത്തത് ഇടുമ്പോൾ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിനകത്തേക്ക് പിസ്റ്റൺ ലോഡ് ചെയ്യണം. ഇപ്പോൾ ഇട്ട ലൈനറിലേക്ക് നമ്മൾ കണക്റ്റിംഗ് റോഡ് സെറ്റ് ചെയ്യേണ്ടത് ഈ പിസ്റ്റൻ്റെ ഇത് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ വീതി കുറവും ഇവിടെ വീതി കൂടുതലും. അപ്പോൾ ഈ വീതി കുറവ് സൈഡ് പമ്പിൻ്റെ സൈഡാണ് വരുന്നത്. കാരണം ഇവിടുന്ന് പമ്പിൻ്റെ സൈഡിൽ നിന്നാണ് ഇഞ്ചക്ടർ കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വീതി കുറവ്. അപ്പോൾ ആ വീതി കുറവുള്ള ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഈ വാ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഭാഗം കണ്ടോ, ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന ഭാഗം, അത് ഈ കനം കുറഞ്ഞ വീതി കുറഞ്ഞ ഭാഗത്തേക്ക്. അങ്ങനെ പിസ്റ്റൺ എല്ലാം കയറ്റി എല്ലാം ഓക്കെ ആക്കി ടൈറ്റ് ചെയ്തു, ടോർക്കടിച്ചു. അതിന് ശേഷം നമ്മൾ ഹെഡ് കയറി, ഹെഡും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. റോക്കർ ഫിറ്റ് ചെയ്തു. പിന്നെ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് ഒക്കെ ചെക്ക് ചെയ്തു. ഇൻലെറ്റ് മാനിഫോൾഡ് ഫിറ്റ് ചെയ്തു. പിന്നെ സമ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഫിൽറ്റർ, ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും റെഡിയാക്കാനുണ്ട്. അത് സിമ്പിൾ കേസാണ്. ഇനി റോക്കർ കവറും കൂടെ ഫിറ്റ് ചെയ്യാനുള്ളൂ. ലാസ്റ്റത്തെ പരിപാടിയാണ്. ഇവിടെ മാനിഫോൾഡ് ഫിറ്റ് ചെയ്തു. എക്സോസ്റ്റ് മാനിഫോൾഡാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ സൈലൻസർ ഫിറ്റ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ഫിറ്റ് ചെയ്യും. ഇത് ബ്രീത്തർ ഹോസാണ്. ഇത് നമ്മുടെ റോക്കർ കവറിലാണ് വരുന്നത്. അപ്പോൾ റോക്കർ കവർ ഫിറ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം ഫിറ്റ് ചെയ്യും. 2 ബോൾട്ട് വരുന്നതാണ് 13-ൻ്റെ.